തീത്തോസ് അധ്യായം 3. ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും കീഴടങ്ങിയിരിക്കാനും അവരെ അനുസരിക്കാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിക്കാനും ആരെക്കുറിച്ചും ദൂഷണം പറയാതെ ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കാനും അവരെ ഓർപ്പിക്കുക. ഒരു കാലത്ത് നാമും ബുദ്ധിഹീനരും അനുസരണം കെട്ടവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലവിധ മോഹങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും അധീനരുമായിരുന്നു. അന്യോന്യം വെറുത്തും വെറുക്കപ്പെട്ടും കൊണ്ട് വിദ്വേഷത്തിലും അസൂയയിലും നാം ജീവിച്ചു പോന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മനസ്സലിവും സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, അവിടുത്തെ കരുണയാൽ തന്നെ പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചു. അവിടുത്തെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് നിത്യജീവന്റെ പ്രത്യാശ പ്രകാരം നാം അവിടുത്തെ അവകാശികളായി തീരുവാൻ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മൂലം അവിടുന്ന് ആ ആത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധിയായി പകർന്നിരിക്കുന്നു. ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ജാഗ്രത പുലർത്തുവാൻ ഈ കാര്യങ്ങൾ നീ ശക്തിയായി പ്രബോധിപ്പിക്കണം. ഇവ നല്ലതും മനുഷ്യർക്ക് പ്രയോജനകരവുമാകുന്നു. ബുദ്ധികെട്ട വാദപ്രതിവാദങ്ങളും വംശാവലികളും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും കലഹങ്ങളും ഒഴിഞ്ഞിരിക്കുക. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമത്രേ. ഭിന്നിപ്പുണ്ടാക്കുന്നവനെ 1-2 വട്ടം താക്കീത് ചെയ്ത ശേഷം ഒഴിവാക്കേണ്ടതാണ്. അയാൾ വക്രബുദ്ധിയും പാപം നിറഞ്ഞവനുമായി തനിക്ക് തന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ അർത്തമാസിനെയോ തിഹിക്കോസിനെയോ നിന്റെ അടുക്കൽ അയക്കുന്നയുടൻ നിക്കോപ്പൊലിസിൽ എന്റെ അടുത്തെത്താൻ ശ്രമിക്കണം. അവിടെ ശീതകാലം ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമജ്ഞനായ സേനാസിനും അപ്പൊല്ലോസിനും ഒന്നിനും പോരായ്മ വരാതെ വണ്ണം നിന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് അവരെ യാത്രയാക്കുക. നമ്മുടെ ആളുകൾ പ്രയോജനരഹിതരാകാതെ അത്യാവശ്യ കാര്യങ്ങളിൽ സഹായിക്കുവാൻ കഴിവുള്ളവരാകേണ്ടതിന് സൽപ്രവർത്തികളിൽ മുമ്പരാകുവാൻ പഠിക്കട്ടെ. എന്നോടുകൂടെയുള്ള എല്ലാവരും നിനക്ക് അഭിവാദനം ചൊല്ലുന്നു. വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുക. കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.